നമ്മളിവിടെ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആംഗിളുകൾ മെഷർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ തന്നിരിക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. നമ്മളത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നേ? ഒരു തന്നിരിക്കുന്ന ആംഗിൾ അവർ പറയുന്നു 30 ഡിഗ്രി ആണ്, 30 ഡിഗ്രി ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലത്തെ 90 ഡിഗ്രി നേരെ സ്ട്രെയിറ്റ് വരുന്ന ലൈനും അടിയിലുള്ളത് 0 എന്നുള്ള ഒരു അടിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. രണ്ടും കൂടി യോജിക്കുന്ന ഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുകൾ 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അക്യൂട്ട് ആംഗിളാണ്, ന്യൂനകോണാണ്. അതായത് 90 ഡിഗ്രിയെക്കാട്ടും താഴെയാണ് നമുക്കറിയാം ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ആംഗിളിൻ്റെ രണ്ട് ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ 90 ഡിഗ്രിയും സ്ട്രെയിറ്റ് ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഭാഗം കൊണ്ടുവയ്ക്കുക. നമ്മൾ വരച്ചിരിക്കുന്ന ആംഗിളിൻ്റെ അടിയിലത്തെ സ്ട്രെയിറ്റ് ലൈൻ പ്രൊട്രാക്ടറിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ആംഗിൾ വരച്ചിരിക്കുന്ന മറ്റേ ലൈൻ ഇതിൻ്റെ ഏത് ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് 30ലും 150ലും ഇന്നർ സ്കെയിലിൽ 30ലും ഔട്ടർ സ്കെയിലിൽ 150ലും ആണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ എടുക്കുന്ന ആംഗിൾ ഏതാണ്? കാരണം ഇത് എന്ത് ആംഗിളാണ്? 90 ഡിഗ്രി ആയിട്ടും താഴെയാണോ കൂടുതലാണോ? അപ്പോൾ നമുക്ക് ഈ 30 ഡിഗ്രി ഇവിടെ എഴുതിയത് കൊണ്ടാണ് നമ്മൾ 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കണേ. അല്ല ഇങ്ങനെ ഇപ്പോൾ ഒരു ആംഗിൾ കണ്ട് നമുക്ക് അറിയാം എന്താണ് ഇത് 90 ഡിഗ്രിയെക്കാട്ടും താഴെയാണെന്ന് അറിയാം. കാരണം എന്താ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനും 90 ഡിഗ്രിയിൽ കുറവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ അക്യൂട്ട് ആംഗിളും 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകാമെന്നറിയാം. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്കറിയാം അതെന്താണ് 90 ഡിഗ്രിയായിട്ടും താഴെയാണ്, അക്യൂട്ട് ആംഗിളാണ്, ന്യൂനകോണാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആംഗിൾ ഏതാണ്? ഇവിടെ നമുക്ക് 30 ഉണ്ട്, 150 ഉണ്ട്. ഏതെടുക്കും? 150 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിട്ടും താഴെയാണ്. ഇതെന്ത് ആംഗിളാണ്? അക്യൂട്ട് ആംഗിളാണ്. അതുകൊണ്ട് നമ്മൾ 150 എടുക്കില്ല, പകരം നമ്മൾ എന്തെടുക്കും 30. അപ്പോൾ നമുക്ക് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടി. എത്രയാണ്? 30 ഡിഗ്രിയാണ് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതുപോലെ ഈ ആംഗിൾ തന്നു 90 ഡിഗ്രി എന്ന് ഇവിടെ എഴുതിയിട്ട് നമ്മളത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനത് എത്രയാണുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ഈ ലൈനിൻ്റെ മാച്ച് ചെയ്തിട്ട് നമ്മുടെ ലൈൻ എപ്പോഴും നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഏതാണ്? അടിയിൽ വരച്ചിരിക്കുന്ന ലൈനിലാണ് നമ്മുടെ ഈ ലൈൻ മാച്ച് ചെയ്യേണ്ടത്. ഈ പോയിന്റ് രണ്ടും കൂടി ലെവൽ ചെയ്തു. അടിയിലുള്ള നമ്മുടെ ലൈനും ഈ ലൈനും കൂടി ഒരേ ലെവലിലാക്കി. എന്നിട്ട് നമ്മൾ മുകളിൽ പോയിരിക്കുന്ന അടുത്ത ഇത് ഇവിടെ ലെവൽ ചെയ്താൽ ലൈനിൻ്റെ മറ്റേ ഭാഗം എവിടെയാണ് ചെന്ന് നിൽക്കണേ നോക്കുമ്പോൾ 90ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അത് എളുപ്പം മനസ്സിലായല്ലോ. ഇനി അടുത്തത് എങ്ങനെയാണ് നിൽക്കണത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇത് 120 എന്നതിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ടത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അടിയിൽ തന്നിരിക്കുന്ന ലൈൻ ആദ്യം നമ്മൾ പ്രൊട്രാക്ടറിലത്തെ ലൈനുമായിട്ട് ഒരുമിച്ച് വയ്ക്കുക, ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം കറക്റ്റ് ലെവൽ പോയിന്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മറ്റേ ലൈൻ എവിടെയാണ് ചെന്ന് നിൽക്കണേന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ 2 പോയിന്റ് ഉണ്ട്. മുകളിൽ 60 ഉണ്ട്, അടിയിൽ 120 ഉണ്ട്. അപ്പോൾ നമ്മൾ 60 എടുക്കണോ 120 എടുക്കണോ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ്റെ കാര്യമില്ല. കാരണം 120 അല്ലെങ്കിൽ 120 നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ ഈ ഫിഗറിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എന്താണ് ലെസ് ദാൻ 90 ആണോ സ്മോളർ ദാൻ 90 ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇതെന്താ ഗ്രേറ്റർ ദാൻ 90 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 60 എടുക്കോ 120 എടുക്കോ? അപ്പോൾ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഇത് ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ട് തന്നെ 120 ആണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ് എത്രയാണ്? 120. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ആംഗിൾ നമുക്കൊരു ഫിഗർ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ആംഗിൾ വരയ്ക്കാം. അതിപ്പോൾ അവർ തന്നിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു ആംഗിൾ വരയ്ക്കുന്നു. ആ ഒരു ആംഗിൾ നമ്മൾ അതെങ്ങനെ മെഷർമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ഒരു ലൈൻ വരച്ചു. ഒരു ലൈൻ വരച്ച് ആംഗിൾ എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം അല്ലേ. ഏത് രൂപത്തിൽ വേണമെങ്കിൽ വരയ്ക്കാം. നമ്മൾ വരച്ചു. ഈ ആംഗിൾ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യണം. ജസ്റ്റ് ഒരു ആംഗിൾ വരച്ചു, അത് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 90 ഡിഗ്രിയുള്ള പ്രൊട്രാക്ടർ 2 ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെക്കുക അല്ലേ. കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെച്ചു. അടിയിലത്തെ ലൈൻ നമ്മുടെ ഈ പ്രൊട്രാക്ടറിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാച്ച് ചെയ്ത് വെച്ചുല്ലോ. അതിന് ശേഷം നമ്മുടെ ഈ മുകളിൽ പോയിരിക്കുന്ന ലൈൻ പ്രൊട്രാക്ടറിൻ്റെ ഏത് ഭാഗത്താണ് പോയിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ 50ഉം അപ്പുറത്ത് 130ഉം ഉണ്ട്.
50ഉം 130ലുമാണ് നിൽക്കുന്നത്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ ഇത്തിരി പെണ്ണിത്തിരി വീതി കൂടിയ കാരണം അത് ഇത്തിരി അധികം പോയിന്റിലേക്ക് പോയിന്റ്. പക്ഷെ നമുക്ക് മെയിനായിട്ടുള്ള പോയിന്റ് നോക്കാം. അപ്പോൾ 50ഉം 130ആണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 50ആണോ 130ആണോ എടുക്കുക? കാരണം നമുക്കറിയാം ഈ ആംഗിൾ എന്താണ്, <90 ആണ്, അക്യൂട്ടാണ്. അപ്പം നമ്മൾ 50 എന്നുള്ള വാല്യൂ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ആംഗിളിൻ്റെ എത്ര ഉണ്ടെന്ന് പറയാം. നമുക്ക് ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്. മനസ്സിലായത്? എങ്ങനെയാണ് ഒരു ആംഗിൾ വരച്ചിട്ട് അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ആ സമയത്ത് ഇപ്പുറത്താണ് ഈ ലൈൻ വരുന്നതെങ്കിൽ എന്താണ് 90 ആയിട്ടും കൂടുതലാണ്. അപ്പോൾ 150 എന്നുള്ള രീതിയിൽ ഇവിടെ വന്നേക്കണമെങ്കിൽ ഇവിടുത്തെ എവിടെയാണ് 150 30 130 50യിൽ വന്നേക്കണമെങ്കിൽ നമ്മൾ 130 ആണ് ആംഗിളായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഒരു ആംഗിളും കൂടി മെഷർമെൻറ്റ് നോക്കാം. ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, ആംഗിൾ വരച്ചു, അതിൻ്റെ മെഷർമെൻറ്റ് നോക്കണം. നേരത്തെ പോലെ തന്നെ 90യും ആദ്യത്തെ ലൈനും കൂടി ലെവൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ നോക്കുക. അത് എന്താ 60 എത്തിയിട്ടില്ല, 50 കഴിഞ്ഞു. ആ ഒരു പോയിൻ്റ് നമ്മൾ കറക്റ്റ് 50-60 എന്നുള്ള രീതിയിലല്ലാതെ ആംഗിൾ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയണേ. ഇവിടെ ലെവൽ ചെയ്തു, 90 ലെവൽ ചെയ്തു. നോക്കുമ്പോൾ എന്താ 50 കഴിഞ്ഞിട്ട് 60ആണ് ഇപ്പുറത്തെ, 60ലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ 50ൻ്റെ 60ൻ്റെ ഇടയിൽ ഒരു ലൈൻ ഉണ്ട് വലുത്. അതെന്താണ്? 55ആണ്. 50ൻ്റെ 60ൻ്റെ ഇടയിൽ മൊത്തം 10 എണ്ണം ഉണ്ട്. അതിൻ്റെ നടുക്കിൽ വരുന്നത് 55. പിന്നെ നമ്മൾ 56, 57, 58. അപ്പോൾ നമ്മുടെ ഈ ലൈൻ ചെന്ന് നിൽക്കുന്നത് 58ലാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഇവിടെ വരെ എത്രയാണ്? 58 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ വരെ. മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റ് 50, 60 എന്നല്ലാതെ ഏത് ലൈനിൽ നിന്നാലും ആ മെഷർമെൻറ്റ് എടുക്കാനും നമുക്കറിയാം. ഓക്കെ.